വൃശ്ചികം കഴിഞ്ഞ് ഇന്ന് 2 ദിവസമായി കേട്ടോ. ഞാൻ വൃശ്ചികം 7-നെന്തോ ആണ് ഓച്ചിറയിൽ പോയത്. പക്ഷേ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഞാൻ ഇതുവരെയും കണ്ടെത്തിയില്ല എന്ന് തന്നെ പറയാമല്ലോ. വൃശ്ചികം 1-ൻ്റെ തലേന്ന് ഞാൻ ഓച്ചിറയിൽ പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓച്ചിറയിൽ പോകണമെന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു ഈസായിക്ക് ഫുള്ളും. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം എന്നെ ഓച്ചിറയിൽ കൊണ്ടുപോകും ഉമ്മി, എന്നെ ഓച്ചിറയിൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കും. എന്തായാലും ആദ്യത്തെ സൺഡേ കഴിയട്ടെ എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അതുകൂടാഞ്ഞിട്ട് എന്നും ഈവനിങ് ആകുമ്പം ഭയങ്കര മഴയും. എന്തായാലും ഞങ്ങൾ പോയതിൻ്റെ അന്ന് വലിയ മഴയില്ലായിരുന്നു. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്കും ഓച്ചിറയിലെത്തി. പതിവ് പോലെ തന്നെ ഭയങ്കര തിരക്ക്. എന്നാലും കുഴപ്പമില്ല, നമുക്കെല്ലായിടവും ചുറ്റിക്കറങ്ങി കാണാനൊക്കെ പറ്റും. കുഞ്ഞിനെയും കൊണ്ട് തിരക്കിൽ പോകുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു തിങ്കളാഴ്ച നോക്കിയാണ് പോയത്. കഴിഞ്ഞ വർഷം ഞാൻ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് അവന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. 2-2.5 വയസ്സ്. ഓക്കെ, ഇപ്പോൾ അവന് 3.5 വയസ്സായി. അപ്പോൾ അവന് എല്ലാം നല്ലതുപോലെ കാണാം. എല്ലാം കണ്ടാൽ തന്നെ മൈൻഡിലിരിക്കുന്ന ഒരു പ്രായമായില്ലേ. അതുകൊണ്ട് അവന് ഫുള്ള് കാണിക്കണമെന്ന് എന്നെക്കാട്ടിയും ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിനായിരുന്നു കേട്ടോ. ഓച്ചിറയിൽ ഈസായി കൊണ്ടുപോകണം, ഈസായെ മൊത്ത റൈഡിലും കയറ്റണം, അവൻ എന്തൊക്കെ വേണോ അതെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ ഞാനും ഒട്ടും വിപരീതമായിട്ടൊന്നും ചിന്തിച്ചതുമില്ല. അവൻ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ടൈമല്ലേ ഇപ്പോൾ. അതുകൊണ്ട് അവനെല്ലാം കൊണ്ടുവന്ന് കാണിച്ച് സന്തോഷിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അവന് വേണ്ട ടോയൊക്കെ ഒന്ന് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള സ്നാക്സൊക്കെ വാങ്ങി. പിന്നെ അവിടെ കടല ഫ്രൈ ഉണ്ടായിരുന്നു, അത് വാങ്ങി. ഐസ്ക്രീം വാങ്ങി. അങ്ങനെ അവനെയും കൂട്ടി എല്ലായിടവും ഒന്ന് കറങ്ങി അവന് വേണ്ടതും എല്ലാം വാങ്ങിക്കൊടുത്തു. കൂടെ അവൻ്റെ ഇത്തി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇത്തിയുടെ മോളാണ്, അവളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഇത്താടെ ഒരു മോനും കൂടിയുണ്ട്. അവനും കൂടി ഉണ്ടെങ്കിൽ അതിലേറെ സന്തോഷമാണ്. അവനങ്ങ് തിരുവല്ലയിലായതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് ആദ്യം പോയത്. പിന്നെ പുറയിലെ അവൻ്റെ മാമായും മാമായുടെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ എല്ലായിടവും ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം മരണക്കിണറിൽ കയറി കേട്ടോ. അങ്ങനൊരു സംഭവമുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം എന്താണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ഇതിലോട്ട് കയറി. ഇതിലെനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിലെന്നല്ല, ഓച്ചിറയിലൂടെ ഉള്ള എല്ലാ റൈഡും എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനങ്ങനെ കയറാറില്ല. പിന്നെ എന്നതാ ലവൻ വിളിച്ച് കയറ്റിയതാണ്, അതായത് എൻ്റെ ബ്രദർ. അവൻ വിളിച്ച് കയറ്റിയതുകൊണ്ട് എല്ലായിടവും കയറിക്കണ്ട്. പിന്നെ അവന് കുറച്ച് ഈസാക്കും കയറണമെന്ന് പറഞ്ഞ് കുറേ റൈഡുകളുണ്ടായിരുന്നു. അതിലേക്ക് കയറി അവൻ തൻ്റെ പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഓച്ചിറയിൽ നിന്ന് വിട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.